ഡാളിയ റിസൾട്ട് വന്നപ്പോൾ നിർമ്മലനാണല്ലേടാ ടോപ്പ് മാർക്ക്. അവൻ റെക്കോർഡ് എഴുതത്തില്ല, അസൈൻമെൻറ്റ് വയ്ക്കത്തില്ല, പിന്നെ എങ്ങനെയാണ്ട്രാ? അതും ശരിയാണ് അളിയ. നമ്മൾ അവനറിയാതെ ട്യൂഷന് പഠിച്ചിട്ടും രാത്രി വിളിക്കരുന്ന് പഠിച്ചിട്ടും നമ്മളെയും കാട്ടി മാർക്ക് കൂടുതൽ അവൻട്രാ. എത്ര ആലോചിച്ചിട്ട് അത് മനസ്സിലാവുന്നില്ലല്ലോ അളിയ. അവൻ്റെ കൂടെ കിടക്കണം ഞാനല്ലറാ അതിൻ്റെ ഉത്തരം പറയേണ്ടത്. ഇതിൻ്റെയൊക്കെ തുടക്കം ആ സെക്കൻഡ് സീരീസ് മാർക്ക് വന്നപ്പോഴാണ്. അന്ന് നമ്മളെല്ലാവരും ജയിച്ചപ്പോൾ അവൻ മാത്രം തോറ്റി. അന്ന് സാർ അവൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടഞ്ഞാ പിന്നെ അങ്ങോട്ട് വിളിക്കടാ. എന്താ നിർമ്മലേ? സാർ ക്ലാസ് ചേച്ചി സാർ വരാൻ പറഞ്ഞായിരുന്നു. സെക്കൻഡ് സീരീസിന്റെ മാർക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. നിർമ്മലെ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ സെമസ്റ്റർ നീ തോറ്റപ്പോൾ നിന്റെ കൂടെ തോക്കാൻ 2-3 പേരുണ്ടായിരുന്നു. ഈ സെമസ്റ്റർ അതായിരിക്കത്തില്ല അവസ്ഥ. നീ കുറിച്ചു വെച്ചോ, ഈ സെമസ്റ്റർ തോക്കുകയാണെങ്കിൽ നീ മാത്രമേ തോക്കത്തുള്ളൂ. അന്ന് തൊട്ട് അവൻ നിന്നെയൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങി. നിനക്കൊക്കെ ഓർമ്മയുണ്ടോ നീയൊക്കെ പെട്രോൾ തീർന്ന് ഒരു ദിവസം വഴി ചെയ്യുന്നപ്പോൾ നമ്മളതുവഴി വന്നത്? എന്തിനു പറ്റി? അളിയ വണ്ടിയിൽ എണ്ണ തീർന്നു, ഒരു 100 രൂപയ്ക്ക് എണ്ണ അടിച്ചു തരൂ. ഈ പെട്രോൾ എഞ്ചിനൊക്കെ കാർണോട്ട് സൈക്കിളിലാണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. നിങ്ങളുടെ വെയിറ്റ് ചെയ്യാം, നമ്മൾ പെട്രോൾ അഞ്ചിട്ട് തരാം. അന്ന് നീ പറഞ്ഞ മണ്ടത്തരമാണെങ്കിലും അവന് നീ ഉദ്ദേശ കാര്യം മനസ്സിലായി. ദ എഫിഷ്യൻസി ഓഫ് ദ കാർണോട്ട് സൈക്കിൾ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫ്യൂവൽ യൂസ്. അന്ന് അവന് മനസ്സിലായി നീയൊക്കെ തെർമോഡൈനാമിക്സ് പഠിച്ചു തുടങ്ങിയെന്ന്. പിന്നെ നിൻ്റെ കാര്യം, നിൻ്റെ നോട്ട് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് അവൻ്റെ കയ്യിൽ കിട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തല്ലേ അളിയ? അമ്മ കഴിച്ചിട്ടാണെന്നോ പുറത്ത്? ഓക്കെ. അപ്പോഴാണ് ആ നോട്ട്ബുക്കിൽ മെക്കാനിക്സ് എഴുതിയിരിക്കുന്ന താരം കുറച്ച് ഡേറ്റ് ശ്രദ്ധിച്ചത്. ആ മെക്കാനിക്സ് ഒന്നും നോക്കിയില്ല, ആ ഡേറ്റ് മാത്രമാണോ നോക്കിയത്. അത് കണ്ടപ്പോൾ അവന് മനസ്സിലായത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഡേറ്റാണ്. 1946 12/6, അതായത് ഡിസംബർ 6-ാം തീയതി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്ത ദിവസം. 1949 നവംബർ 26-ാം തീയതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസം. 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസം. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്, നീയൊക്കെ പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് മാത്രമല്ല തിയറി സബ്ജക്റ്റും പഠിച്ചു തുടങ്ങിയത്. ഇതൊക്കെ മനസ്സിലാക്കി അപ്പം നിന്റെ മാർക്ക് എത്ര?